എല്ലാവർക്കും പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. ചിക്കൻ തോരൻ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം. പക്ഷേ അത് അന്ന് വൈകിട്ട് തന്നെയാണ് ഞാൻ ഈ വിഭവം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തലേന്നത്തെ ഒന്നുമല്ല, അന്ന് വൈകിട്ടത്തേക്ക് ആക്കാനൊരു പലഹാരം ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്ടേ ആ ചിക്കൻ ഇങ്ങനെ നമ്മൾ തോരൻ വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു സവാള, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയില്ല, ക്യാരറ്റ്, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഇത് കേട്ടോ. പിന്നെ ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ ഇതിനുണ്ടാക്കാൻ എടുത്തു വെച്ചേക്കുന്ന പച്ചക്കറി. പിന്നെ അതിന് വേണ്ടുന്ന ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്, 2 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം കൂടി ഉണ്ട്. ആദ്യമേ ഇത് നമുക്കൊന്ന് എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിക്കൊണ്ടുവരാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഇതൊന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഉപ്പിട്ട് ചെറുതായിട്ടൊന്ന് ഒരു ശകലം പച്ച മാത്രം പോയാൽ മതി, അധികം വേവണ്ട കേട്ടോ. അങ്ങനെ വേണം ഇത് എടുക്കാൻ. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാൻ കുറച്ച് മൈദാമാവ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് മൈദാമാവ് കലക്കി വെച്ചിട്ടുണ്ട്, ശകലം മൈദാമാവ് കേട്ടോ. ഇതുണ്ട്, അതിനകത്തോട്ട് നമ്മൾ ഈ ഒരു മുട്ട പൊട്ടിക്കണം. നല്ലോണം മിക്സ് ചെയ്യുക. ഉണ്ടല്ലേ, ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ശകലം ഉപ്പിടാം, ഒരു ശകലം ഉപ്പ്. ഞാൻ ഉപ്പ് നീരെ ഒഴിച്ചേക്കുന്നത്, നിങ്ങൾ കാണുമ്പോൾ ധാരാളം ഉണ്ടോ, അത് കുറച്ച് ഉപ്പിട്ട് വെള്ളം പോലെ വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത് ഒഴിച്ച് കറക്റ്റ് ഉപ്പേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ പച്ചക്കറിയൊക്കെ ഞാൻ ഇന്ന് വാട്ടിയിട്ടുണ്ട്. ആ ചട്ടി തന്നെ ഇച്ചിരി എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ മൈദാമാവും മുട്ടയും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കണം. എന്നിട്ട് നമ്മൾ മൈദയും മാവും മുട്ടയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെയല്ലേ, ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിലോട്ട് 1 സ്പൂൺ ഗരം മസാല ഇട്ട് മിക്സ് ചെയ്യുക. ഈ ഗരം മസാലയ്ക്കകത്ത് എല്ലാ സാധനവും അടങ്ങിയിട്ടുണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇതിനകത്ത് കുരുമുളകിൻ്റെ മണവും എല്ലാം ഉണ്ട്. ഞാൻ ഇത് പൊടിച്ച് വെച്ചേക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പച്ചക്കറി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഒരു മുട്ടയും കുറച്ച് മൈദാമാവും കൂടെ കലക്കി ഉപ്പിട്ട് ഗരം മസാലപ്പൊടി ഇട്ട് ചിക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നിച്ചാക്കാം.
ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരു അടിപൊളി പപ്സാണ് കേട്ടോ, ഒരു വെറൈറ്റി പപ്സ്. കണ്ടില്ലേ, ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇടാം. കണ്ടില്ലേ, ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യുക. നല്ല വെറൈറ്റി ഒരു പലഹാരമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല രസവുമാണ് കഴിക്കാൻ കേട്ടോ. ഇനി നമുക്ക് വേണ്ടുന്ന നമ്മുടെ ചപ്പാത്തി എടുക്കുക. ചപ്പാത്തിയിൽ നമ്മൾ നേരത്തെ മുട്ടയും മൈദാമാവും കൂടെ കലക്കിയെടുത്ത് നമ്മൾ മുട്ട റോസ്റ്റ് ചെയ്തിരുന്ന് അതിൻ്റെ ബാലൻസാണിത്. അതിങ്ങനെ ബ്രഷിനകത്ത് ആക്കിയിട്ട് ഇത് 4 ചുറ്റും തേക്കുക. ഇതിൽ തേക്കുക. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം എടുക്കുന്നുള്ളൂ. 2 എണ്ണത്തിൻ്റെ ആവശ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവർ 2 എണ്ണം എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഫില്ലിങ് നമുക്ക് ഇതിലോട്ട് നിറയ്ക്കാം. 2 എണ്ണം മതിയല്ലോ. അത് നമുക്ക് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കാം. കണ്ടില്ലേ. ഇനി ഇതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് നമ്മൾ മൈദാമാവ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ മുട്ടയുമായിട്ട്, ഇതിൻ്റെ മുകളിലെല്ലാം ഇതേപോലെ മൈദാമാവ് തേക്കുക. മൈദാമാവ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമ്മുടെ പ്രോട്ടീനായ മുട്ടയും ഉണ്ട്. കണ്ടില്ലേ, എണ്ണയൊക്കെ കുറവായിരിക്കും, പച്ചക്കറിയാണ് കൂടുതൽ. നമുക്ക് തിരിച്ചു വിട്ട് അതേപോലെ തന്നെ നമുക്ക് തിരിച്ചും അതിൻ്റെ മുകളിൽ ഈ മുട്ട തേക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഇത് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് 2 എണ്ണമാണ് ഉള്ളത്. 2 നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ഒട്ടി തന്നെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ 2 നമുക്ക് അതേ കണക്ക് തന്നെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ ഇങ്ങനെ ആക്കി. ഒരാൾക്ക് ഉരുളൻകിഴങ്ങ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഉരുളൻകിഴങ്ങ് ഒരാൾക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ഉരുളൻകിഴങ്ങ് നമുക്കൊന്ന് പൊടിക്കാം. ഒരെണ്ണത്തിൽ മാത്രമേ ഞാൻ ഉരുളൻകിഴങ്ങ് ചേർക്കുന്നുള്ളൂ. ഇവിടെ ഒരാൾക്ക് ഉരുളൻകിഴങ്ങ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങ് ഇതിനകത്തോട്ട് നിറച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ചപ്പാത്തിയിൽ ഈ ഉരുളൻകിഴങ്ങും ഈ ഫില്ലിങ് അതിനകത്തോട്ട് നിറയ്ക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ചെറിയ വീഡിയോ ആണ്. നമുക്ക് ഇതിലോട്ട് മുട്ട കുറച്ച് തേക്കാം. മുട്ടയും മൈദാമാവും. ഇത് കുറച്ച് വയ്ക്കാം. കണ്ടില്ലേ, ഇത് നമുക്ക് ഇതേപോലെ തന്നെ മടക്കിയിട്ട് നമുക്കതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പശ എന്നൊക്കെ പറയും ഇത് തേക്കുക. അതിനകത്ത് ഞാൻ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഒന്ന് ഞെക്കി കൊടുത്താൽ ഇതങ്ങ് ഒട്ടിപ്പിടിക്കും നല്ലോണം കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പ പണിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോഴും ഇതേ കണക്ക് ചപ്പാത്തിയൊക്കെ ഇരിക്കുന്നെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. നമ്മളെ ബാക്കി പേസ്റ്റും കൂടെ ഇതിനകത്തോട്ട് ഫുള്ളെടുത്തോണം. നല്ല മുട്ട ഉണ്ടായതുകൊണ്ട് നല്ലതാണ്.
അത് ഇങ്ങനെ അമുക്കി കൊടുക്കണം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ 2 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ഉരുളൻകിഴങ്ങില്ലാതെയും ഒന്ന് ഉരുളൻകിഴങ്ങ് മാത്രവും. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ദോശത്തവ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ചേട്ടാ 1 സ്പൂൺ എണ്ണ ഒഴിക്കാം കേട്ടോ. ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, എടുത്തിട്ടു വെച്ചു. ഇത് രണ്ടും വയ്ക്കാം. 2 ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് നല്ലോണം മുരിച്ചെടുക്കാം. കണ്ടില്ലേ? ഇതിൻ്റെ പുറവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അകവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കണക്ക് നമുക്ക് നല്ലോണം മുരിച്ചെടുക്കണം. ഇത് ഇച്ചിരി സോസൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പിസയൊക്കെ കഴിക്കുമല്ലോ, പിസയൊക്കെ കഴിക്കുന്ന കണക്ക് ആ പിസയ്ക്ക് അതൊക്കെ ബട്ടറും അതും ഇതൊക്കെ വയ്ക്കില്ലേ, ഇതൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ സാധാരണ കണക്ക് നമ്മൾ ഇലയുടെ ഉണ്ടാക്കുന്ന കണക്ക് ആക്കിയിട്ട് നമുക്ക് സോസൊക്കെ ചേർത്ത് നമുക്ക് വൃത്തിയായിട്ട് കഴിക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. മറക്കല്ലും കേട്ടോ. വീഡിയോസൊക്കെ ധാരാളം ഇടുന്നുണ്ട്, പല പല വെറൈറ്റി പലഹാരങ്ങൾ, ഓരോ ട്രിക്കുകളും ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫാക്കാം. നമുക്കിത് പാത്രത്തിലോട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ, എന്തെളുപ്പമായി. നമ്മുടെ ചപ്പാത്തി കൊണ്ടുള്ള ചിക്കൻ തോരൻ വെച്ചുള്ള പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഫില്ലിങ് ഒക്കെ കണ്ടില്ലേ? കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും. അതേപോലെ ഉരുളൻകിഴങ്ങില്ലാത്ത പപ്സും നമുക്ക് കട്ട് ചെയ്യാം. വിരുന്നൊക്കെ ആരൊക്കെ വന്നാൽ നമുക്ക് എളുപ്പം ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ? നമുക്ക് 2 ഇഷ്ടമുള്ള കണക്ക് നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ? ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ 2 ചപ്പാത്തി ഉണ്ട്, ഒരു പാത്രം നിറയെ വയറ് നിറച്ച് കഴിക്കാനുള്ള പലഹാരം, 2 വെറൈറ്റി പലഹാരം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ? അത് കുറച്ച് ചില്ലി സോസും കണ്ടല്ലോ, ചില്ലി സോസും തക്കാളി സോസും വെച്ചു. അടിപൊളിയായിട്ട് കഴിക്കാം. ഇഷ്ടമുള്ളവർക്ക് സോയാ സോസൊക്കെ ചേർക്കാം കേട്ടോ. ഓക്കെ, എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.